ഹലോ, വെൽക്കം ടു സ്പൈസ്ജെനിക്സ്. ഇന്ന് നമുക്ക് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നല്ല പഞ്ഞി പോലെയുള്ള ഒരു വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പഞ്ഞി പോലെ ഇരിക്കുന്നത് മാത്രമല്ല കേട്ടോ, സോഫ്റ്റ്നെസ്സിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വട്ടയപ്പമാണിത്. ഇത് നമുക്ക് ഓവർനൈറ്റോ ഒരു 6-7 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കലക്കി എല്ലാം കൂടി ഒരു 1 അവർ മാക്സിമം എടുക്കുള്ളൂ. അപ്പം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ എടുക്കാം. വറുത്തതോ വറക്കാത്തതോ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ ആ റവ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ തിരികിയതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലെങ്കിൽ മറ്റേ ഈസ്റ്റ് നിങ്ങളൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് കറക്റ്റ് അളവാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതാ ഇതേപോലെ പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം. നമ്മുടെ ഈ മാവ് നമുക്കൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. അത്രയ്ക്ക് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല, തിന്നും അല്ല. പിന്നെ റവയാണ്. റവ നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഒരു പൊങ്ങിക്കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാവും. പക്ഷേ ഇനി വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ 1 കപ്പ് വെള്ളം കറക്റ്റ് അളവാണ് കേട്ടോ ഇതിൽ. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. പിന്നെ ഇതിനകത്ത് ഈ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ കാണുന്നത് നമ്മൾ കാർഡമം പൗഡറൊക്കെ ഇട്ടില്ലേ അതിൻ്റെതും പിന്നെ ആ തേങ്ങയുടെ കുറച്ചൊരു ബ്ലാക്ക് ഇതൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് സ്പോട്ട്സ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ പഞ്ചസാര ഉപ്പുമൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു 30 to 40 മിനിറ്റ്സ് നമുക്കിതൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറേ കൂടെ പൊങ്ങി നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. കുറേ മണിക്കൂറുകളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇത് സ്പൂൺ ഇട്ടിട്ട് കുറേ അങ്ങ് ഇളക്കിയിട്ട് ഈ പതയൊന്നും കളയാൻ പാടില്ല കേട്ടോ. കുറേ ഇട്ട് ഓവർ മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഓവർ മിക്സ് ചെയ്താൽ അപ്പം കുറച്ച് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അപ്പം റെഡിയാക്കാം. അപ്പം നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നോർമൽ മീഡിയം സൈസിലുള്ള സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും കേക്ക് പാനോ എന്താണെങ്കിലും മതി. നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പ്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവിയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ബാറ്റർ മുകളിൽ നിന്ന് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരളവ് വെച്ചിട്ട് ഒരു 2 മീഡിയം സൈസ് അപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ട് ഇത്. പിന്നെ നമുക്കിതൊരു 1/4 ഭാഗത്തോളം പ്ലേറ്റിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്റ്റീമർ വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത പ്ലേറ്റ് ഈ സ്റ്റീമറിലേക്ക് വെച്ചിട്ട് ഇതൊരു 10 to 15 മിനിറ്റ്സ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മാക്സിമം 15 മിനിറ്റ്സ് എടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെച്ച ഉടനെ ഈ ബാറ്ററിൻ്റെ കൂടെ തന്നെ നമ്മൾ കാഷ്യൂ നട്ട്സും റൈസിൻസും വെച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങുമ്പോൾ അത് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 5 മിനിറ്റ്സ് വെച്ചിട്ട് പിന്നെ വെക്കാൻ പറയുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സും കൂടെ ടോട്ടൽ 10 മിനിറ്റ്സേ എടുത്തിട്ടുള്ളൂ. 10 മിനിറ്റ്സ് ആയപ്പോഴേക്കും നമ്മുടെ അപ്പം നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? കത്തിയോ അല്ലെങ്കിൽ ടൂത്ത്പിക്കോ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരണം. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അപ്പം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 to 10 മിനിറ്റ്സ് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ അപ്പം ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ചെറിയ ചൂടേ ഉള്ളൂ. നമുക്കിതൊരു കത്തി വെച്ച് ആദ്യം സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ? നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ? നമ്മുടെ
നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.